വിശ്വാസം ഒരു ഇൻ്റലിജൻ്റ് അഫെയറാണ്. ഫെയ്ത്ത് ഇസ് നോട്ട് എൻ ഇമോഷണൽ അഫെയർ. അത് ഇൻ്റലിജൻ്റ് ബുദ്ധിപരമായ ഒരു വിനിമയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, അതിന് ഈ വൈകാരികമായ ഒരു വിനിമയമല്ല, ബുദ്ധിപരമാണത്. ഞാൻ ഇപ്പം മക്കളോട് പറയും, ദൈവത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഏജൻ്റായിട്ട് ഇടപെടണം. എന്താ കാര്യം? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു IELTS, MOH, HAD ഒക്കെ പഴയ അല്ലെങ്കിൽ PSC എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടിയിൽ നിൽക്കുകയാണ്. ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി പ്രകാരം പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അല്ലേ? പരിശുദ്ധ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ട്, ഒക്കെ ശരി. നിങ്ങൾ സൗമ്യത പാലിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട്, ഇതൊക്കെ ശരി. പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അറിയാം. എന്താണ് ദൈവത്തിന് അറിയാവുന്നത്? നിങ്ങൾ ഈ പരീക്ഷക്കാലം കഴിയുമ്പോൾ പഴയ ആൾക്കാരായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നറിയാം. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതാണ് പ്രശ്നം. ഇൻ്റലിജൻ്റ് എന്ന് പറയാം. ഫെയ്ത്ത് ഇൻ്റലിജൻ്റായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ലീക്കേജാണ്. ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള മുൻവിധിയുണ്ട്. അതായത് ഈ അഭ്യാസവും ഈ പ്രാർത്ഥനയൊക്കെ കാണിക്കുന്നത് വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ്, തൽക്കാലം ജയിച്ചു കയറാൻ വേണ്ടിയുള്ള ഉടായ്പാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും. തനി സ്വഭാവം, അതാണ് ലീക്കേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമില്ല, നമ്മൾ നാട്ടുകാരുടെ കടത്തിലൊന്നും കയറണ്ട, അവർ ഇങ്ങനെ പെടരി ഞൊട്ടിക്കൊണ്ട് പോകും. നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് അറിയാൻ മതി, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. ദാറ്റ് ഈസ് യു. സ്വന്തം അമ്മയോട് എന്താ നിങ്ങൾ പെരുമാറണത്, അല്ലെങ്കിൽ സ്വന്തം അമ്മമ്മയോട് അപ്പനോട് എന്താ പെരുമാറണത്, അതാണ് നിങ്ങൾ. അതെൻ്റെ അപ്പനല്ലേ എൻ്റെ അമ്മയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്തും പറയാനോ എന്തും ചെയ്യാനോ. ദാറ്റ് ഈസ് നിങ്ങളതാണ്. ഇപ്പോൾ ദൈവം അസസ് ചെയ്യുമ്പോൾ അതാണ്. അപ്പൻ ചിലപ്പോൾ ക്ഷമിക്കും, അമ്മയെ ക്ഷമിക്കും. കാര്യം നിങ്ങളെ പെറ്റ് വളർത്തിയ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ട് അവർ ക്ഷമിക്കാൻ മാർഗമില്ലല്ലോ, അതുകൊണ്ട് അവർ മിണ്ടത്തില്ല. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും.